എല്ലാവരുടെ വീട്ടിലും ബീഫ് ഉണ്ടാവുമല്ലോ, ഒരുവിധ ആൾക്കാരുടെ വീട്ടിലൊക്കെ ബീഫ് കിട്ടിയിട്ടുണ്ടാവും. ഈസിയിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ചെയ്തെടുക്കാൻ പറ്റിയ ബീഫ് കറിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നൊരു വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് തരണം, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ, ഒരു ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത്ര എടുത്തിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തന്നെ കഴുകിയതിന് ശേഷം നമുക്ക് ഒട്ടും തന്നെ വെള്ളം വേണ്ട കേട്ടോ, വെള്ളം ഇല്ലാണ്ട് തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ, ഒരു കൂടി വെളുത്തുള്ളി മാത്രം മതി കേട്ടോ. പിന്നെ 2 തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിന് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വെക്കുന്ന ജാറില്ലേ, അതൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കും, കുറച്ച് മാത്രം മതി, അവയെ കൂടുതൽ വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി, പിന്നെ 2-3 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി കേട്ടോ, ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കാം. ഒരു 3 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ തോതിലൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊന്ന് നല്ലോണം കുറച്ചൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മാത്രം മതിയാവും കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല നെയ്യ് ചേർത്ത് കൊടുത്ത അവസ്ഥ വന്നിട്ട് ഇത് കാണുന്നത്. അപ്പോൾ മൊത്തത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കോരിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ കറികൾക്കൊക്കെ എടുക്കാമല്ലോ, കറികൾക്കോ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ. വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കോരി മാറ്റിയാൽ നമുക്ക് ചോറിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പൂൺ എടുക്കാനുള്ള മടി കാരണം ഇങ്ങനെ മറിച്ചതാണ് കേട്ടോ, അപ്പോൾ അടുങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട കേട്ടോ, അപ്പോൾ കുറച്ച് മാത്രം മതി, ഒരു ടീസ്പൂണ് മാത്രം മതി കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല നെയ്യ്. അപ്പം ഞാനിങ്ങനെ ഒഴിച്ചത് നോക്കണ്ട. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ. നല്ലോണം മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെ കറി ചേർത്ത് കൊടുക്കാം. ഇതിൽ അധികം മസാലപ്പൊടിയൊന്നുമില്ല കേട്ടോ, നേർത്തിട്ടാണ് കുറച്ചുള്ളത്. ഇതിനിപ്പോൾ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വറ്റിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ, ഗ്രേവിയൊക്കെ ഇത്രയും മതിയാവും. ഇപ്പം നല്ലോണം ഒന്ന് വറ്റി വന്നോട്ടെ. ഇതൊന്ന് കുറച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ തന്നെ തയ്യാറാക്കുന്ന ഗരം മസാലപ്പൊടിയാണ്. എല്ലാത്തിലും ഇതേപോലത്തെ എല്ലാ ഐറ്റംസിലും നമുക്കിത് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ, എല്ലാ ഭാഗത്തേക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നുള്ളി നമ്മളിപ്പോൾ മസാല മുട്ട ഫ്രൈ ആയാലും എന്തിലേക്കും ആയിക്കോട്ടെ, ഇത് നുള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കറി ഇവിടെ നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇതിനെക്കാട്ടും വറ്റിക്കണമെങ്കിൽ ഇതിനെക്കാട്ടും വറ്റിക്കട്ടോ. ഇപ്പോൾ ഇതേ ചെയ്യുന്നുള്ളൂ.